ഞാനും സൗദി ജയിലിൽ കിടന്നിട്ടുള്ള. ജയിലിൽ കിടന്നിട്ടുണ്ട്. എത്ര വർഷം? 6 മാസം. അതും നിരപരാധിയായിരുന്നു. ഈ കുറച്ച് കോപ്പർ കമ്പിയൊക്കെ എടുത്ത് മോഷണം പോയപ്പോൾ ഞങ്ങൾ എല്ലാത്തിനെയും പിടിച്ചകത്തിട്ട് പാളക്കിട്ട ഇറക്കത്തില്ല. അപ്പം ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പിടിച്ചത്. ഒന്നും തന്നില്ല. പിന്നെ നിരപരാധികളെ ശിക്ഷിച്ചത് സൗദി ഏറ്റവും വലിയ തെറ്റാ. ചേട്ടൻ്റെ ജീവിതം കൊണ്ട് ചേട്ടൻ അത് പഠിച്ച കാര്യമല്ലേ? പഠിച്ച കാര്യം. അപ്പം ആ കിടന്ന വ്യക്തി 18 വർഷം അനുഭവിച്ച വേദനയ്ക്ക് പറയാൻ പറ്റും. എന്താ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ജെയിംസും. എവിടെയാ സ്ഥലം? ഇവിടെ മതിലിൽ കടവപ്പള്ളിയുടെ അടുത്ത്. കടവപ്പള്ളിയുടെ അടുത്താണ്. എത്ര വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട്? 15 വർഷം. 15 വർഷം. അത് കഴിഞ്ഞാണ് ഈ പ്രശ്നം വന്നത്. ഞാൻ 2012 ക്യാൻസൽ ചെയ്ത് വരുന്നത്. അപ്പോൾ പുള്ളി അന്നേരം സമയത്ത് കിടപ്പുണ്ട്. പുള്ളി 2006 അവിടെ കിടക്കുന്നത്. അറിയായിരുന്നോ പുള്ളിനെ? ഇല്ല, അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് പബ്ലിഷ് ആയത്. പബ്ലിസിറ്റി കിട്ടുന്നത്. അതായത് നിരപരാധിയും തെളിഞ്ഞപ്പം ചേട്ടനെ ഇറങ്ങിയത് എങ്ങനെ? എംബസി ഇടപെട്ട്? എംബസി ഇടപെട്ട് ഇറങ്ങിയതാണ്. മലയാളികളുടെ ഒത്തിരി പേരെ സഹായം ഉണ്ടായിരുന്ന സമയത്ത്? തീർച്ചയായിട്ടും. എത്ര പേര് അങ്ങനെ പെട്ടുപോയി ചേട്ടൻ്റെ കൂടെ? ഞങ്ങൾ 6 പേര് പെട്ടുപോയത്. എന്നുവെച്ചാൽ ഈ സൗദിയിൽ എന്ന് പറഞ്ഞ മോഷണത്തിന് ഭയങ്കര ശിക്ഷയാണ്. മോഷണവും കൊലപാതകവും ഏറ്റവും വലിയ ശിക്ഷയാണ് അവിടെ. മനസ്സിലായി? കൊലപാതകത്തിന് കൊലപാതകം തന്നെയാണ്. മോഷണത്തിന് കൈയും കാലും വെട്ടുക. ഒന്ന് കൈയാണ് വെട്ടുന്നത് അവിടെ. ചേട്ടാ, ഈ നിസ്സഹായനായിട്ട് നിന്നപ്പോൾ ഇങ്ങനെ ഭാഷ പോലും അറിയില്ല, എങ്ങനെ ഇത്? അല്ല, എനിക്ക് അറബി അറിയായിരുന്നു. അറബി അറിയാമെന്നെങ്കിലും ഞാൻ മസ്കറ്റിലൊക്കെ 10 വർഷം നിന്നതാണ്. അപ്പോൾ അങ്ങനെ നിന്ന സമയത്തെങ്കിലും ഭാഷ അറിയാവുന്ന. പക്ഷെ അന്നേരം ഈ തെറ്റുകാരെ കൈ കാണിച്ചു കൊടുക്കാതെ അവർ പിടിക്കത്തുമില്ല. അറിയാം, ഇവിടുത്തെ പോലുള്ളൊരു എൻക്വയറി അല്ല ഗൾഫിൽ. പിന്നെ ഗൾഫിൽ എന്തെങ്കിലും കുറ്റം ചെയ്താൽ ശിക്ഷയാണ്, ഉറപ്പാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. അവിടെയാണെങ്കിൽ നല്ല ശിക്ഷ. ഇവിടെ 60 കഴിയുമ്പോൾ പുറത്തിറങ്ങി പോരും ആൾക്കാർ. പക്ഷെ ഈ ചെയ്യാത്ത കുറ്റത്തിനാണ് സൗദിയുടെ അകത്തായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാവമാണ്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ വെച്ചത് ലോക ജനതയ്ക്ക് തന്നെ മാതൃകയാണ്. 34 കോടി രൂപയാണ് പെട്ടെന്ന് പിരിച്ചത്. 1 കോടി അയാൾ കൊടുത്ത്. 1 കോടി ഇവിടെ എന്തെല്ലാം ബിസിനസ് ചെയ്യുക. 1 കോടി ഉണ്ടെങ്കിൽ അയാൾ അതൊക്കെ പിന്തള്ളി പാവങ്ങളെ സഹായിച്ച്. ഒരു രാഷ്ട്രീയക്കാരും ഇല്ലായിരുന്നു, ഒരു മതപണ്ഡിതന്മാരും ഇല്ലായിരുന്നു. ഒരു മുസ്ലിമിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യാനി ഇറങ്ങി എന്ന് പറഞ്ഞപ്പം ഏറ്റവും വലിയ അതിശയമാണ്.